അപ്പാനിയോട് കൂടെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ നായികമാരും വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ ആരും അങ്ങനെ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും പിന്നീട് എന്തെങ്കിലും പറഞ്ഞ കഥ കേട്ടിട്ടുണ്ടോ? ബിസി എന്നുള്ളതൊക്കെ ഉണ്ട്. അവരിപ്പം അവരെയും കൂടെ ഒരു വാല്യൂ നമ്മൾ നോക്കണമല്ലോ. ഇപ്പം വലിയ വലിയ ആക്ടേഴ്സിനൊപ്പം അഭിനയിച്ച നായികമാരെ നമുക്ക് നായികയാക്കണമെന്ന് പറയുന്നത് അതൊരു ഒരു ഇതായിട്ട് അപ്പം ഇപ്പം അവരാഗ്രഹിക്കൂല, അയ്യോ നീ താഴോട്ട് പോകണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ നടനൊപ്പം അഭിനയിക്കണം, അങ്ങനെയൊക്കെ തോന്നിക്കാണാം. അല്ലാതെ നമ്മളൊരു ഇഷ്ടക്കേട് കൊണ്ടാരും അവര് ബിസി എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അങ്ങനെ ഇഷ്ടക്കേട് വരാൻ വഴിയില്ല, ഒരു കാരണവശാലും വഴിയില്ല. അവർക്ക് ഇപ്പൊ ഒരു പടം ചെയ്ത് നിൽക്കുകയാണ്, അടുത്ത പടം ഇന്ന ആൾക്കൊപ്പം അഭിനയിക്കണമെന്നായിരിക്കും അവർക്ക് ആഗ്രഹം. അങ്ങനെയൊക്കെ മാറിപ്പോയിട്ടല്ലാതെ എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളതും കൊണ്ടൊന്നും ആരും മാറണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഇല്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ അറിവിലില്ല. ഇല്ല ഉണ്ടെങ്കിലും അവരെ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലായിരിക്കാം മാറിപ്പോയത്. അല്ലാതൊന്നുമില്ല. അത് ഈ ആക്ടേഴ്സും എന്റെ സഹപ്രവർത്തകർ ആരും തന്നെ അങ്ങനെയൊന്നും എന്നോട് പെരുമാറിയിട്ടുമില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. എന്നും ഒരു കിടപ്പാടുള്ള ഒരു ഡയറക്ടർ ആരായിരിക്കും? ലിജോ ചേട്ടൻ. അയ്യോ, അതിലപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള യാത്ര തുടരാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അറിയില്ല, അത് അദ്ദേഹത്തിനോട് എന്നെ ചോദിക്കേണ്ടി വരും. ആഗ്രഹമുണ്ട്, ഇനിയും അദ്ദേഹത്തിന്റെ പടങ്ങളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മള് ഇപ്പം സാറാണ്, ലിജോ ചേട്ടനാണ് നമുക്ക് ഇത്രയും വലിയൊരു അവസരം എന്നുള്ള ഇത്രയും വലിയൊരു ജീവിതം ഉണ്ടാക്കി തന്നത്. അപ്പൊ നമ്മളത് മാന്യമായ രീതിയിൽ നല്ല രീതിക്ക് കൊണ്ടുപോകണം. അദ്ദേഹം എത്ര വലിയ നടന്മാരെ വെച്ച് പടം ചെയ്താലും, എത്ര വലിയ ലെവലിലേക്ക് എത്തിയാലും, ഏത് ലോകത്തിരുന്നാലും നമ്മളും ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മളെ കുറിച്ചുള്ള നല്ല വാർത്തകളും നമ്മളെ കുറിച്ചുള്ള നല്ല നല്ല സിനിമകളെ കുറിച്ചും അദ്ദേഹം കേൾക്കണം, ഇല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം തോന്നും. പുള്ളി കൊണ്ടുവന്ന ആൾക്കാരാണല്ലോ, അപ്പം ഇപ്പോഴും വളരെ നല്ല രീതിക്ക് സിനിമയിൽ നിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം, പിന്നെ നല്ല രീതിക്കുള്ള പെർഫോമൻസിൽ കൊടുക്കുക, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ആശാനോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അദ്ദേഹം ചെയ്യുന്ന അടുത്തടുത്ത പടങ്ങളിൽ അഭിനയിച്ചില്ല എന്ന് കരുതി ഞാൻ വിഷമിക്കാൻ പാടില്ല ഒരിക്കലും. അദ്ദേഹം വിളിക്കുന്നവരെ കാത്തിരിക്കുക, അദ്ദേഹം വിളിക്കാനായിട്ട് തോന്നുന്ന തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ പെർഫോം ചെയ്ത് വെക്കുക, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ല, ചെയ്ത ഡയറക്ടർമാരൊക്കെ നോക്കുമ്പോൾ രണ്ടാമത് അടുത്ത സിനിമകളിലേക്ക് അവർ ചെയ്യുന്ന സിനിമയിലേക്ക് അപ്പനെ കാണുന്നില്ല പല സിനിമയിലും നോക്കുമ്പോൾ, അല്ലെ? അത് സ്വാഭാവികമാണ്. അപ്പൊ പൊതുവെ ഒരു ചിന്താഗതിയാണല്ലോ, എന്താണ് അപ്പാനി വരാത്തത്, അപ്പാനിക്ക് ആ വേഷം ചെയ്താൽ കൊള്ളാമായിരുന്നു, പ്രേക്ഷകർ വിലയിരുത്തുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതേക്കുറിച്ച് ചിന്തിക്കാറില്ല, ഞാനിപ്പം സാറിന്റെ എന്നെ 1, 2, 3, 4 പടങ്ങളിൽ വന്നപ്പോ എന്നെ സാറ് ആ പടങ്ങളിലൊന്നും ഞാൻ ഇല്ലാതിരുന്നപ്പോൾ ഞാനൊരു തവണ ഞാൻ സാറിനെ ഫോൺ വിളിച്ചു. ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് എന്തെങ്കിലും സാറിന്റെ പടത്തിൽ എന്തെങ്കിലും ഒരു വേഷം എനിക്ക് തരണം എന്ന് പറഞ്ഞു. സാർ എന്നോട് പറഞ്ഞത്, എനിക്ക് നീ അഭിനയിക്കുമെന്നുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ ആദ്യ പടത്തിൽ വിളിച്ചേ, അപ്പോ എനിക്ക് പറ്റിയ കഥാപാത്രം എന്നെ വെച്ച് ചെയ്യാൻ അത് സാറിന് തോന്നണം. അല്ലാതെ ഒരു തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പം വെറും തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കും, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ആ തെറ്റിദ്ധാരണകൾ ഞാൻ മാറ്റാനും ഞാൻ പോകാൻ നിൽക്കുന്നില്ല. കാര്യം ഞാൻ സിൻസിയറാണ്, ഞാൻ ആത്മാർത്ഥമായി നിന്ന് കഴിഞ്ഞാൽ എന്നാണെങ്കിലും എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ശരിയായ രീതിയിൽ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാരണവശാലും കള്ളം എന്ന് പറയുന്ന കാര്യത്തിന് ആയുസ് വളരെ കുറവാണ്. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോണവൻ എന്നും കള്ളൻ എന്നേ വിളിക്കപ്പെടുള്ളൂ, ഇല്ലേ? കള്ളൻ ചെയ്തുകൊണ്ടിരുന്ന അവൻ നല്ലവൻ എന്ന് പറയും, അവൻ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ കള്ളൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റ്. അപ്പൊ സാർ എന്ത് പറയണം, നിനക്ക് ഞാൻ നിന്നെ വിളിക്കും, അത് സാറ് അബ്സല്യൂട്ട്ലി സിനിമ മാത്രം ചിന്തിക്കുന്ന ഒരാളാണല്ലോ. ഒരു സ്ക്രിപ്റ്റ് വരുമ്പം ആ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് സാറിന് തോന്നുമ്പോൾ സാർ എന്നെ വിളിക്കും. പ്രാപ്തനാണെന്ന് ഞാൻ തെളിയിക്കണം. അങ്കമാലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതി ഞാൻ നടനാവണമെന്നില്ലല്ലോ. ഇനിയുള്ള കഥാപാത്രങ്ങളും വേറിട്ട മാറിയുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്ത് മറ്റു ഡയറക്ടേഴ്സിന്റെ കൂടെയും മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ കൂടെയും മറ്റു കഥാപാത്രങ്ങൾ ഞാൻ ചെയ്ത് സാർ എന്ന് ഇത് കാണുമല്ലോ എല്ലാവരും, അപ്പൊ മനസ്സിലാവും അവൻ ആ അവനിലേക്ക് എത്തിയില്ലേ, അപ്പൊ അവനെ വിളിക്കാം ഒരു പടം ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിക്കും. അതുവരെ നമ്മൾ നല്ല കുട്ടിയായിട്ട് നമ്മൾക്ക് കിട്ടുന്ന പടങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് പരമാവധി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ പോവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്
കാര്യം ഞാൻ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അങ്ങനെ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അവരൊക്കെ എവിടെ ആയാലും അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു, സിനിമകൾ സിനിമയിൽ ചെയ്തു പോകുന്നു. ചെയ്യുന്നങ്ങ് പോവാം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഈ ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എന്നെ വിളിച്ചാൽ ഞാൻ പോവും. അല്ല വീണ്ടും വീണ്ടും ഞാൻ അത് ശരിയല്ലല്ലോ. ഇപ്പം പറഞ്ഞ പോലെ നമുക്കൊരു അവസരം തന്നു, പിന്നെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ട നമ്മുടെ ആവശ്യമാണ് ഇല്ലേ? നമ്മുടെ ഒരു 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 കയറിട്ട് തന്നു, നമ്മളതിൽ പിടിച്ചു കയറി എത്തി. നമ്മൾ ഇനി അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ സ്വന്തം കയ്യിലാണ് അതെല്ലാം. അതെ അതെ, എല്ലായ്പ്പോഴും ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുതെന്നല്ല, അത് നടക്കാത്ത കാര്യമാണ്. ആരും നമുക്ക് കാണൂല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമകൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിലായ കാര്യം, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എന്നെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു സമയമാണത്. അപ്പം കൂടെ നമ്മൾ പെട്ടെന്നൊരു സൗഭാഗ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആരും നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ ആരും കാണില്ല. ഈ സിനിമകൾ കുറഞ്ഞു വന്ന സമയത്ത് വിളിച്ചിരുന്നു പല ആളുകളെയും? ഞാൻ വിളിച്ചു. അപ്പൊ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ഇഷ്ടക്കേടുകൾ കൊണ്ടൊന്നും അല്ല. ഇപ്പൊ എന്നെ ഒരു പടത്തിൽ വിളിച്ച് അഭിനയിക്കണമെങ്കിൽ ആ കഥാപാത്രം ആപ്റ്റ് ആയിരിക്കണം. അപ്പൊ മാലിക്കിൽ ഞാൻ മഹേഷ് ഏട്ടൻ ഒരുപാട് തവണ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ച ക്യാരക്ടറാണ് മാലിക്കിൽ. എൻ്റെ ക്യാരക്ടർ മാലിക്കിൽ, ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സോബിനിക്ക് എന്തോ ചെയ്യാനിരുന്ന ക്യാരക്ടറാണ് ആ ക്യാരക്ടർ. അതെ. എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇതൊരു ഫഫയും കുറച്ച് ടീംസ് ആയിട്ടുള്ള ഒരു പടമാണ്, അപ്പൊ അതില് വലിയ കഥാപാത്രങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, എനിക്ക് ഭീമാവള്ളിയുടെ കഥകളെ കുറിച്ചൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് അറിയാം, ഞാൻ റിലേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് കിട്ടിയാൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു സാധനം ക്യാരക്ടർ തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇല്ലടാ, അതിൽ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ സോബിൻ ചെയ്യാനിരിക്കുകയാണ്. ആള് നോയും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചത്, ചേട്ടാ സൗബിനൊക്കെ നോ പറഞ്ഞു എന്നാ ചോദിച്ചത്. അപ്പൊ എന്നോട് ചിരിച്ചു, വാ നീ എൻ്റെ അടുത്തേക്ക് വാന്നു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെയാണ് ഷിബു എന്ന് പറയുന്ന കഥാപാത്രം എന്നിലേക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുതിയ സിനിമകൾ തുടങ്ങുമ്പോൾ ഡയറക്ടേഴ്സിനെ ഞാൻ നേരിട്ട് വിളിക്കും, ഫോണിൽ വിളിക്കും. ഇപ്പൊ എല്ലാവരും പറയാറില്ലേ, അവരൊരു ടീമാണ്, ഒരു ഗ്യാങ് ഉണ്ട് എന്ന്. എനിക്ക് ആ ഗ്യാങ് എന്ന് വാക്കുന്നല്ല, അവർക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം. അവർ ആർട്ടല്ലേ ചെയ്യുന്നത്, അവർക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പം മറ്റൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കുകയെന്ന് വരില്ല അതിൽ, ഇല്ലേ? അപ്പം നമ്മുടെ ആവശ്യമാണ് സിനിമ, നമുക്കാണ് ആവശ്യം. അപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, എല്ലാവരും ഞാൻ ഫോൺ വിളിക്കാറുണ്ട്. എന്നോട് ശങ്കർ രാമകൃഷ്ണൻ സാറ് ഒരു ദിവസം രാവിലെ ഞാൻ സാറിനെ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എനിക്ക് പടങ്ങളൊക്കെ വളരെ കുറവാണ്, തമിഴിൽ നിന്നൊക്കെ പടങ്ങൾ വരുന്നുണ്ട്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, സാറിൻ്റെ അടുത്ത് ഏതെങ്കിലുമൊക്കെ പടങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഞാൻ പഴയതുപോലെ പോവും, എനിക്കറിയില്ല, ആകെ ഞാൻ മെൻ്റലി ഔട്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് സാറ് പറഞ്ഞത്, എടാ നീ രാവിലെ എഴുന്നേൽക്കണം, ഏർലി മോർണിംഗ് എണീക്കണം. നീ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് നിന്റെ തിയേറ്റർ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നീ ഡെയിലി നീ ആരെ വിളിക്കണം, ഇന്ന് നീ ഡയറക്ടേഴ്സ് ഒരു 4 പേരെ നമ്പർ എടുത്തിട്ട് ആ 4 പേരെ നീ വിളിക്കണം. അപ്പൊ അവർ പറയുന്നത് എന്താണെങ്കിലും നീ വിളിക്കുമ്പോൾ നിന്നെ തെറി പറയില്ല, നീ പ്രൂവ് ചെയ്ത് കയറി വന്ന ഒരാളാണ്. അപ്പം നിന്റെ അടുത്ത് സംസാരിക്കും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നീ എപ്പോഴും കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ പടങ്ങൾ തുടങ്ങുമ്പോൾ ഡയറക്ടേഴ്സിനെ വിളിക്കാറുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഞാൻ പോയിട്ട് എന്നാണ് നമ്മളെ വിളിക്കാത്തത്, എന്നാണ് എൻ്റെ എത്ര ദിവസം ഡേറ്റ് വേണമെന്നൊക്കെ തമാശ രൂപയാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന ആളാണ്. ജോഷി സാറിന്റെ സിനിമയിലേക്ക് ഇപ്പൊ അതിലാണ് അഭിനയിക്കുന്നത്, നല്ല സന്തോഷത്തിലാണ്. അതെ, ജോഷി സാറിനെ വിളിച്ചു ചോദിച്ചതാണോ? ആക്ച്വലി ആണോ ചോദിച്ചാൽ ആണ്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആണ്. ഒരു പടം തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് വേറൊരു പടത്തിന്റെ ലൊക്കേഷനിൽ നിന്നപ്പോൾ എന്നോട് ബാദുക്ക, ഞാനോട് ഒരു പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ബാദുക്ക എടുത്ത് ഞാൻ പറഞ്ഞു, ബാദുക്ക പുതിയ പടങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പറയണേ ബാദുക്ക, എന്നെയും കൂടെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ, എടാ ജോഷി സാർ ഇപ്പോൾ ഒരു പുതിയ പടം തുടങ്ങി, നീ വേണമെങ്കിൽ ഒന്ന് വിളിച്ചൂടെ എന്നോട് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ അത് നമ്പരൊന്നുമില്ല, സാറിൻ്റെ നമ്പർ ആ കയ്യിലില്ല എൻ്റെ കയ്യിൽ. അപ്പം എനിക്ക് നമ്പർ കിട്ടി, ഞാൻ അങ്ങനെ
അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ അതിന് മുമ്പ് എന്നെ അറിയാം, അങ്കമാലി ഡയറീസ് കണ്ടു, എന്റെ മിഷൻ സി എന്ന് പറഞ്ഞ പടമൊക്കെ അദ്ദേഹം പ്രിവ്യൂ കാണാൻ വന്നിട്ട് എന്നെ നേരിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞതാണ്. അപ്പൊ പല ചർച്ചകളിലും എന്റെ പേര് വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ചു. ആക്ച്വലി വിളിച്ച സമയം വളരെ നല്ല സമയമായിരുന്നു. ഒരു വിളി പോയി, സാറ് ഫോൺ എടുത്തു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സാർ ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു. എന്നെ നെക്സ്റ്റ് കോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ വിളിച്ചിട്ട് വേഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സാറിന്റെ പടത്തിലേക്ക് എത്തിയത്. ഇതാണ് അതിൻ്റെ ഒരു ഞാനിപ്പോൾ അങ്ങനെ വിളിക്കാതെ എന്നെ വിളിച്ചൊക്കെ പറഞ്ഞാൽ അത് കള്ളമായി പോകും ഇല്ലേ. ഞാൻ വിളിച്ചു, അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു, അങ്ങനെ എന്നെ വരാൻ പറഞ്ഞു. ആ ക്യാരക്ടർ എനിക്ക് എൻ്റെ ഇതുവരെയുള്ള ഇനി അങ്ങോട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്കത് വലിയ മുതൽക്കൂട്ടായിരിക്കും ആ പടത്തിലെ എൻ്റെ കഥാപാത്രം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സാറിൻ്റെ ലൊക്കേഷനിലാണ്, നല്ല കുട്ടിയായിട്ട് കറക്റ്റ് ജോലി എടുക്കുന്നുണ്ട്. വളരെ രീതിക്ക് സാറിന്റെ പുറഞ്ചൂലെ എല്ലാ ടീമുകളും അതിനകത്തുണ്ട്. അവിടെയാണ് അപ്പാനി എത്തുന്നത്, ആ ടീമിന്റെ ഒപ്പം. അതെ അതെ അതെ, നല്ലൊരു കഥാപാത്രമാണ് ദൈവം അനുഗ്രഹിച്ച്. അപ്പൊ അത് നന്നായിട്ട് തന്നെ വരുമെന്നാണ് പ്രതീക്ഷയുള്ളത്. പിന്നെ ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു സംവിധായകനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതങ്ങനെ മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കഥാപാത്രം. ഇപ്പൊ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷയാണ്. എന്റെ ഒരു ജീവിതത്തിലെ മറ്റൊരു യാത്രയായിരിക്കും എന്ന് പറയുമ്പോഴേ അതെന്താണ്. തീർച്ചയായിട്ടും ചേട്ടാ, എനിക്ക് ഉറപ്പുണ്ട് ആ സിനിമയിലെ എൻ്റെ കഥാപാത്രം. ഇപ്പൊ ഞാനെപ്പോഴും പറയുന്നത്, നമ്മളിപ്പോ ഒരു സിനിമ ചെയ്തു, ആ സിനിമ കൊണ്ട് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന ലക്ഷങ്ങൾ വെച്ചിട്ടുള്ള ലക്ഷറി ലൈഫ് മാത്രം നമ്മൾ ആഗ്രഹിക്കാതെ, ആ കഥാപാത്രം കാരണം ഒരു 2 കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടണം. മുമ്പിലോട്ടുള്ള നമ്മുടെ ജീവിതവും കൂടെ നയിക്കണം നമ്മൾ ആ കഥാപാത്രം. നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടാവണം, നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. എന്നാൽ മാത്രമാണ് അത് ഒരു നടൻ എന്ന നിലയ്ക്ക് അത് ഉപയോഗപ്പെടുള്ളൂ ഇല്ലേ. അല്ലാതെ അഭിനയിച്ചൊരു 10 ലക്ഷം രൂപ കിട്ടിയിട്ട് ആ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ചിട്ട് നിൽക്കുന്നതിനല്ല അർത്ഥം. നമ്മൾ ചെയ്യുന്ന കഥാപാത്രം കൊണ്ട് നമുക്ക് അതിലെ പെർഫോമൻസ് കൊള്ളാം, ഈ പടത്തിൽ അവനെ വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മൾ നടനാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ മുമ്പിലോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന സിനിമകളാണെങ്കിലും ഈ സിനിമയാണെങ്കിലും ജോസാന്റെ പടം ആണെങ്കിൽ പോലും എനിക്ക് വലിയൊരു മുതൽക്കൂട്ടി തന്നെയായിരിക്കും. മധുവിന്റെ ജീവിതം, അട്ടപ്പാടി മധുവിന്റെ ജീവിതം വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെടുവോ? ഉറപ്പായിട്ടും. ഇപ്പൊ തന്നെ ഒരുവിധം എല്ലാ ഫെസ്റ്റിവലുകളിലൊക്കെ പോയി തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഈ സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ പടം അയച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിക്ക് തന്നെ വരും എന്ന് പ്രതീക്ഷയുണ്ട്. നല്ല കഥാപാത്രമാണ്, നല്ല രീതിക്ക് സിനിമ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ മൂവി അല്ല, ഒരു അക്കാഡമിക് മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു തിയേറ്ററിലേക്കുള്ളൊരു രീതിയൊന്നും ആയിരിക്കില്ല, വേറൊരു തരത്തിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ. ഇപ്പൊ ജീവിച്ചിരുന്ന ഒരാളുടെ കഥ ആണ്, നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പാനിക്ക് ഭയങ്കര സൂട്ടബിൾ ആയിരുന്നു ആ വേഷം. അത് നമ്മൾ ഒരുപാട് പട്ടിണിയെ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി കടന്നിട്ടുണ്ടല്ലോ, അറിയാൻ പറ്റി അല്ലേ. അതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പമായിരുന്നു. അതേ ഇതിലേക്ക് എത്തണമെങ്കിൽ ഫിസിക്കലി എന്നതിനപ്പുറത്തേക്ക് മെന്റലി നമ്മൾ അതിനെ പ്രിപ്പയർ ആവണമല്ലോ. തീർച്ചയായിട്ടും മെന്റലി ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആയി തന്നെ ചെയ്തൊരു പടമാണ് ആദിവാസി. ഇറങ്ങി പോകാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ആ ക്യാരക്ടർ ചെയ്തപ്പോഴും. അത് ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇവരെല്ലാവരും വരും, മധുവിന്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് നമ്മളെ തൊടയും, നമ്മളെ സ്നേഹിക്കുക, ഈ ലുക്കിലല്ലേ നിൽക്കുന്നത്, ഫോട്ടോ എടുക്കുകയും സ്നേഹിക്കുകയൊക്കെ നമ്മളെ ഭയങ്കര കാര്യമായിരുന്നു അവർക്ക് നമ്മളെ. അപ്പൊ ആ ഒരു സ്നേഹം ഭയങ്കര ആത്മാർത്ഥ സ്നേഹമായിരുന്നു എന്നോട്. ഇപ്പോഴും ഉണ്ട് അത്. ഇപ്പോഴും ഇപ്പം ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിലും ആദിവാസി പ്രദർശനം നടത്തിയപ്പോൾ സ്ക്രീനിൽ കാണിച്ചപ്പോൾ മധുവിന്റെ അമ്മയും പെങ്ങളൊക്കെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം വരട്ടെ, ഞാൻ എന്തായാലും അവരെ പോയി കാണണം, അവർക്ക് അവരുടെ ഇടയിൽ നിൽക്കണം, ഒന്ന് പോയി കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരെയും ഒന്നും കൂടെ പോയി കാണണം. സിനിമ നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല രീതിക്ക് സംസാരിക്കപ്പെടുകയും എത്തുമ്പോൾ നമുക്ക് എന്തായാലും അവർക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കഥാപാത്രം എന്തായിരിക്കും? അങ്ങനെ ഇല്ല ഏട്ടാ, ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ പോലെ ആവർത്തിക്കാത്ത കഥാപാത്രങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ കഴിഞ്ഞു. ഇനി പുതിയ തരത്തിലുള്ള, പുതിയ സ്വഭാവത്തിലും പുതിയ ബോഡി ലാംഗ്വേജുള്ള പുതിയ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
തമിഴിലേക്കുള്ള എൻട്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ തമിഴിൽ നല്ല സിനിമകളിലേക്ക് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതൊരു പെട്ടെന്നൊരു യാത്രയായിരുന്നു തമിഴിലേക്ക്. അങ്കമാലി കഴിഞ്ഞപ്പോൾ തന്നെ തമിഴിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കോൾസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ തമിഴ്നാട്ടിൽ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഈ മൈമൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് തമിഴ്നാടുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ മൈമൊക്കെ ചെയ്യാൻ വേണ്ടി പോകും. അവിടെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ നല്ല ആൾക്കാരൊക്കെ. അപ്പൊ അവർ സിനിമയിൽ മുമ്പേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്കമാലി കഴിഞ്ഞ സമയത്തേക്ക് തമിഴിൽ നിന്ന് പടങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. ഓട്ടോ ശങ്കറാണ് എനിക്ക് അവിടെ ഒരു സിഗ്നേച്ചർ ബ്രേക്ക് ഉണ്ടാക്കിയത്. ഓട്ടോ ശങ്കർ ഇപ്പോഴും ഞാൻ ചെല്ലുമ്പം എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് ഓട്ടോ ശങ്കർ കഥാപാത്രം ചെയ്ത ആളല്ലേ എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ശങ്കർ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ മലയാളിയല്ല. അവർക്ക് ഞാൻ അവിടുത്തെ ഒരു തമിഴ് എന്നെ പല പടങ്ങളിൽ നിന്നും അവിടുത്തെ ഡിസൈനർമാർ വിളിക്കുമ്പോൾ സാർ എங்கே இருக்கு இப்போ വടപണ്ണി ഇരിക്കുക എங்கே ഇരിക്കുക ഇല്ലല്ലോ ഞാൻ അവിടെയൊന്നും ഇല്ല. ഞാൻ എൻ്റെ എറണാകുളത്താണ് സാർ. ഞാൻ ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകൂ. അപ്പടിയാ അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് വെച്ചാൽ ഞാൻ അവിടെ താമസിക്കുന്ന ആളായിട്ടാണ് വിചാരിക്കുന്നത്. അവരുടെ ഇടയിലുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? അതൊരു നല്ലൊരു ഒരു കീഴ്വഴക്കമാണ്. ഈ തമിഴിൽ നമ്മൾ പോയി അവരോടൊരു സ്നേഹം, വലിയ സ്നേഹം തരുന്നവരാണ് അല്ലേ? അയ്യോ ഭയങ്കര സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഡേ കിട്ടണമെന്നില്ലേ. നമ്മളുടെ ഒരു പെർഫോമൻസ് എന്തെങ്കിലും അവർ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വലിയ സ്നേഹമാണ്. ആദ്യം വരുമ്പോൾ അത് വലിയൊന്നും കാണുന്നത്. നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അതിൽ. പിന്നെ ഒരു സാധനം മോശം ചെയ്തു കഴിഞ്ഞാൽ ആ സ്നേഹം കുറയും. അത് ഉറപ്പാ. കൃത്യമായിട്ട് വിലയിരുത്തും അല്ലേ? ഡയറക്ഷനിലേക്ക് ഇല്ല. അയ്യോ ഇല്ല. എഴുത്ത് മാത്രമേ എഴുത്തുണ്ട്. ഡയറക്ഷൻ ഇല്ല. അങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ അത് വ്യക്തമായി ഏതെങ്കിലും നല്ല ഡയറക്ടർ കൂടെ നിന്ന് പഠിച്ച് അത് വ്യക്തമായി പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഡയറക്ഷൻ. അതിൻ്റെ ലെൻസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഐഡിയ വേണം. ഒരു ഐഡിയ ഇല്ലാതെ പോയിരുന്നിട്ട് ആക്ഷനും കട്ടും മാറാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ പോയിരിക്കില്ല. അയ്യോ നടക്കില്ല. എനിക്കത് പറ്റൂല. എൻ്റെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്രിയേറ്റീവിൽ ചെയ്യുന്ന സിനിമയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല. എഴുത്തുണ്ട് എനിക്ക്. ഞാൻ ഒരു സിനിമ എഴുതുന്നുണ്ട്. ഒരു സിനിമ പകുതിയായി. എന്നുവെച്ചാൽ കഥയാണ് ഞാൻ എഴുതുന്നത്, തിരക്കഥയല്ല. കഥ മാത്രം. അത് എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ നാട്ടിൽ നടന്നൊരു കഥ തന്നെയാണ്. എൻ്റെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. എൻ്റെ വളരെ കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛനൊക്കെ നടന്നൊരു ഇൻസിഡൻസ് ഉണ്ട്. ആ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് എഴുതുന്നൊരു കഥ, ഒരു പക്ക ഒരു വില്ലേജിൻ്റെ കഥ പറയുന്നൊരു സിനിമയായിരിക്കും. അത് കുറേ കഥാപാത്രങ്ങളുണ്ട്. അതിലെ മിക്ക കഥാപാത്രങ്ങളെയും ഞാൻ ഒരു 1 ആക്ട് പ്ലേ ആയിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പൊ എനിക്ക് ഈ കഥാപാത്രങ്ങളായിട്ടൊക്കെ ഏറ്റവും ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റി. കഥയാണ് എഴുതുന്നത്. തിരക്കഥ എഴുതുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തായ മനു നിസ്പ്ലാവിള എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാനും ഈ പറഞ്ഞ മനുവാണ് പണ്ട് പല പല വേദികളിലും ഒരുമിച്ച് നാടകം കളിക്കുകയും തെരുവ് നാടകങ്ങൾ കളിക്കുകയൊക്കെ ചെയ്ത് വന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആള് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് തിയേറ്ററിൽ PhD ഒക്കെ എടുത്ത ആളാണ്. ആളിപ്പം ട്രിവാൻഡ്രത്തുണ്ട്. അക്കാഡമിയുടെ കീഴിൽ നാടകങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹമാണ് എൻ്റെ സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. ഞാൻ കഥ മാത്രമാണ്. ലാലേട്ടൻ, മമ്മൂക്ക ഇവരൊക്കെ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇപ്പൊ അമ്മയുടെ ഷോയ്ക്കൊക്കെ ഒരുപാട് എല്ലാവരുമായിട്ട് ഒന്നും കൂടെ കാണാനൊക്കെ പറ്റി. ഒരു സൗഹൃദപരമായിട്ട് വരികയാണ്. അതെ ഇപ്പൊ വരാൻ പോവാണ്. അവിടെയും കാണാം, ബന്ധങ്ങൾ പുതുക്കണം. ഈ സുഹൃത്ത് വലയം ഇപ്പോഴും നല്ല ശക്തമായിട്ടുണ്ടോ? സുഹൃത്ത് വലയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീടാണ്. ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഈ എൻജോയ്മെന്റ് അങ്ങനെയൊന്നുമില്ല. ഷൂട്ട് കഴിഞ്ഞാൽ നേരെ വീടാണ്. പിന്നെ ഇടയിലുള്ള സുഹൃത്തുക്കളൊക്കെ നല്ല രീതിക്ക് തന്നെ. ഇപ്പം നിരഞ്ജനൊക്കെ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ഷഹീൻ, നിരഞ്ജനൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അങ്കമാലിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആരെയും പിണക്കാതെ സൗഹൃദപരമായിട്ട് ആർക്കും ഒരു ഈഗോ അടിക്കാത്ത രീതിക്ക് ഞാൻ പോവാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെയും ഡിസ്റ്റർബൻസ് ചെയ്യാതെ എനിക്ക് വരുന്ന പടങ്ങൾ എടുത്ത് വൃത്തിയായിട്ട് ചെയ്ത് അത് വെച്ച് അടുത്ത സ്റ്റെപ്പ് ഉണ്ടാക്കുക, അത് വെച്ച് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഓരോ ചീട്ട് കൊട്ടാരം പോലെ കെട്ടി പോയി അങ്ങനെ പതുക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇവിടം വരെ എത്തിയില്ലേ? അതെ. ബിൽഡിംഗ് വളരെ ഉയരത്തിൽ ഉയരണം.
അല്ല വരട്ടെ. അതെ ഏട്ടാ. അങ്ങനെ ഉയരുമെന്ന് തന്നെ നമുക്ക് അതെ പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ശത്രുക്കളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആരോ പറയുന്നത് കേട്ട് കാണാം. ശത്രുക്കളുണ്ട്. നേരിട്ട് ആരെയും നമ്മൾ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. അതെ. അതൊരു നല്ല മനസ്സിന്റെ ഉടമയായോണ്ടാണ് അങ്ങനെ ഒരു ശത്രുവോട് പോലും മിത്രമായി കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഇത് സാധിക്കണമെന്നില്ല, ഒരിക്കലും ഇല്ല. ഇനിയുള്ള യാത്രയിൽ കൈകോർത്ത് പോകാൻ ഒത്തിരി സഹപാഠികൾ ഉണ്ടാകണം സിനിമാ മേഖലയിൽ നിന്നും. അതെ. അവരെല്ലാം നെഞ്ചോട് ചേർത്ത് അപ്പാനിയും അതുപോലെ അവരും ചേർത്ത് പിടിക്കുന്ന സിനിമ സുഹൃത്തുക്കളാണ്. ആർട്ട് അങ്ങനെ എന്താ മാത്രമേ ആർട്ട് ഉണ്ടാവുള്ളൂ. കലയാണ്. കലയോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവൂ. അല്ലാതെ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഈഗോ ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ആ കൂട്ടുകാരിൽ നിന്ന് നല്ല പ്രോജക്റ്റ് ഉണ്ടാവണം, ആർട്ട് ഉണ്ടാവണം. ആ ആർട്ട് വെച്ച് എല്ലാവരെയും ലൈഫ് സെറ്റ് ആവണം. അന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒത്തിരി കഥകൾ കേൾക്കുമ്പോൾ അന്നത്തെ പാളിച്ചകൾ മാറി കഥകൾ ശ്രദ്ധയോടുകൂടി കേട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു കഥാപാത്രം ഒരു സീനാണെങ്കിലും അത് സിനിമയ്ക്ക് വേണ്ടതാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കും അല്ലെ? ഞാൻ അത് അത്രേ ഉള്ളൂ. ഞാൻ വന്നു പോയാൽ പോലും എനിക്ക് എത്രത്തോളം എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് ഞാൻ നോക്കും. അത് ഞാൻ ചെറുതോ വലുതെന്നുള്ളതല്ല. ഇപ്പം ചിലപ്പം ചെറിയ സീനാണെങ്കിൽ പോലും ഞാൻ വന്നു കഴിഞ്ഞാൽ ആ സീനിൽ ഞാൻ എന്നെ കൊണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം വർക്കൗട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുക. തിരക്കായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല കുറച്ച് സിനിമകളുണ്ട്, തമിഴിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട് സിനിമകൾ. കുറച്ച് നല്ല സിനിമകൾ റിലീസ് ആവാൻ റിലീസിന് ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പം അടുത്തിറങ്ങാൻ പോകുന്നത് അമലാണ്. അത് കഴിഞ്ഞാൽ റെജീന എന്നൊരു പടം ഇറങ്ങും. അത് കഴിഞ്ഞാൽ കിറുക്കൻ എന്നൊരു മലയാള പടം. പിന്നെ പോയിന്റ് റേഞ്ച്. അങ്ങനെ നായകനായിട്ടും സപ്പോർട്ടിംഗ് വേഷമായിട്ടും വില്ലനായിട്ടും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യും. ഇപ്പം നായകൻ മെറ്റീരിയൽ മാത്രമല്ല ഞാൻ, എല്ലാ പരിപാടിയും ഹോട്ട്സെയിലാണ്. ഇന്നതേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. അഭിനയമാണ് ജീവിതം. അപ്പം അഭിനയത്തിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് സിനിമയിൽ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഈ പടത്തിൽ നായകനായി എന്ന് വെച്ചാൽ അടുത്ത പടത്തിൽ വില്ലനാവില്ല എന്നൊന്നുമില്ല. ചെയ്യും, എല്ലാം ചെയ്യും. നാടകത്തിൽ അഭിനയിച്ചാൽ വലിയ രീതിയിൽ കയ്യടി കിട്ടി ഇമോഷൻ സീനുകൾ ഉണ്ടാവുമല്ലോ. ആ സംഭവം അല്ല ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചെന്നു അവരൊന്ന് കരയുന്ന ഒരു ഞാനത് ഡയലോഗ് അല്ല ആക്ച്വലി. സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നാടകം. ആ നാടകത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത് തൻ്റെ തനിക്കുള്ളൊരു ബൈസൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന നാടകം. വിജയ് തെൻഡുൽക്കറിന്റെ സ്ക്രിപ്റ്റാണ്. അപ്പം ആ നാടകം തുടങ്ങുമ്പോൾ വളരെ പ്രായമുള്ള ഒരാളായിട്ട് വരികയും നാടകം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ചെറുപ്പക്കാരനായിട്ട് മാറുകയും ആ ചെറുപ്പക്കാരൻ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് അവൻ എങ്ങും പോയിട്ടില്ല, അവൻ ഈ മുറിക്കുള്ളിൽ തന്നെ ഉണ്ട്, അവൻ്റെ കാലിൽ ചങ്ങല ഇട്ടിട്ട് പൂട്ടിയിട്ട് അവനൊരു ഭ്രാന്തനാണെന്ന് റിവീൽ ചെയ്യുന്നൊരു പ്ലേ ആണ്. അത് നാടകത്തിന്റെ അവസാനം മാത്രമേ മനസ്സിലാവുള്ളൂ ഇവൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ അതുവരെ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോഴും വിഷ്വലുകൾ കാണുമ്പോഴും ഈ കൂടെ ഉള്ള ആൾക്കാർ എന്നെ ഒപ്പം യാത്ര ചെയ്യണം. ഞാൻ മഴ പെയ്യുമ്പം എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ മഴ പെയ്യണം. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അത്. അങ്ങനെ ട്രാവൽ ചെയ്ത് ഒടുക്കമാണ് മനസ്സിലാവുന്നത് ഇവൻ എവിടെയും പോയിട്ടില്ല, ഇതൊക്കെ ഇവന്റെ ഓർമ്മകൾ മാത്രമാണ്, ഇവനൊരു ഭ്രാന്തനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ അയൽവക്കത്തുള്ളൊരു കഥാപാത്രം എന്നെ വന്നിട്ട് തല്ലിയിട്ട് ഞാൻ ആ സമയത്ത് ന്യൂഡാണ്, ഡ്രസ് ഇട്ടിട്ടില്ല. തല്ലിയിട്ട് ആ തല്ലെല്ലാം കൊണ്ട് ചങ്ങല ഞാൻ തന്നെ സ്വന്തമായിട്ട് കാലിലിട്ടിട്ട് ഈ ചങ്ങലയും വലിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഓഡിയൻസിനിടയിലൂടെ ഒരു ചെറിയൊരു മാപ്പ് ഉണ്ട്, ഒരു ഗൂഗിൾ മാപ്പ്, ഒരു മാപ്പ്, അതും വെച്ചിട്ട് എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇമോഷണൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അതെല്ലാവരെയും കണ്ണ് നനയിപ്പിക്കും. അല്ലല്ല, കരച്ചിലാണ്. ആ സമയത്ത് നമുക്ക് എന്തും പറയാം, അങ്ങനത്തെ ഒരു പ്ലേ ആണ്. ആ സമയത്ത് നമുക്ക് എന്താണോ ഇമോഷണലി പറയാണ്ടി വരുന്നത് എല്ലാം പറയാം. ഒന്ന് മാത്രമാണ് പറയുന്നത്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നോട് കാണിക്കുന്നത്, ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചോളൂ, എൻ്റെ ആഗ്രഹങ്ങൾക്ക് പുറകെയല്ലേ ഞാൻ യാത്ര ചെയ്തോളൂ, വേറെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ മാത്രമല്ലേ ഞാൻ ചെയ്തോളൂ, അതും എൻ്റെ സ്വന്തം ബൈസൈക്കിളിലല്ലേ ഞാൻ പോയെ, ആരെയൊന്നും കടമെടുത്ത സൈക്കിളിലല്ലോ പോയെ എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ഡയലോഗുകൾ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഇവരുടെ ഇടയിലൂടെ ഉള്ളൊരു എൻ്റെ ഒരു യാത്രയുണ്ട്. അതാണ് നാടകത്തിൻ്റെ എൻഡ്. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്ന സ്പേസിൽ നിന്ന് മാറി അഭിനയിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. നമ്മൾ ആ സ്പേസിൽ നിന്ന് നമ്മൾ പോവും ചില സമയങ്ങളിൽ. സിനിമയിലാണെങ്കിലും നാടകത്തിലാണ് കൂടുതലും.
നിൽക്കുന്ന നമ്മുടെ സ്ഥലം മറന്ന് അഭിനയിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് ചില സ്ഥലം, എല്ലാ സ്ഥലത്തൊന്നുമല്ല, ചില സമയത്ത് എനിക്ക് ആ നാടകത്തിൽ നിന്ന് അങ്ങനെ ഒരു ഇമോഷൻ കിട്ടിയിട്ടുണ്ട്. ആ നാടകത്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് എന്നെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആ നാടകത്തിൽ നിന്നാണ്. സൈക്ലിസ്റ്റ്. അതൊരു സിനിമയൊക്കെ ആവുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും അല്ലേ? അത് പിന്നെ ഉറപ്പായിട്ടും. അതിൽ ആ നാടകം സംവിധാനം ചെയ്തത് അജിത് കണ്ണൻ എന്ന് പറയുന്ന ആളാണ്. ആളും തിരുവനന്തപുരംകാരൻ തന്നെയാണ്. ആളിപ്പോഴും നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വണ്ടി വിറ്റ സംഭവം, വണ്ടി വിറ്റപ്പോൾ ഞാനെല്ലാം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ സുഹൃത്തുക്കളോട് ഒന്ന് മാത്രം, ആരും താഴെ പോവുകയില്ല, ദൈവം ഉണ്ടെങ്കിൽ അവൻ കരകയറി വരും എന്നുള്ളതിന്റെ ഗുണപാഠമാണ് അപ്പാനി ശരത്. അതെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നമ്മളൊന്ന് തകർന്നു പോകണമെന്ന്. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയല്ലോ അവര് പറഞ്ഞു തകർന്നു എന്നല്ലേ പറയുന്നത് അവര്. പറഞ്ഞത് അതൊന്നും ഞാൻ എടുത്തില്ല. പക്ഷെ നമുക്ക് തോൽവികൾ വരും, വിജയങ്ങൾ വരും, എല്ലാം വരും. അല്ല, കുട്ടിക്ക് അസുഖം ഉണ്ടാകുമ്പോ ഓട്ടോയെ വിളിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ എന്താണ് മാനസികമായിട്ട്? തകർന്നു പോകുന്ന ഒരു അവസ്ഥയല്ലേ? നമ്മൾ ഗവൺമെന്റ് ആശുപത്രി പോകുന്ന, ഗവൺമെന്റ് ആശുപത്രി ചെറുതായിട്ടല്ല നമ്മൾ പറഞ്ഞത്, അവിടെയാണ് നമ്മൾ പോയി എത്തിയത് അവിടെയാണെന്ന് മാത്രമേ. ഗവൺമെന്റ് ആശുപത്രി നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇനി അത് തെറ്റിദ്ധരിക്കലെന്ന് ഓർത്താ ഞാൻ അവിടെ പോകുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ ക്യൂ നിന്നപ്പം എന്നെ വിളിച്ചിട്ട് ഫ്രണ്ട് വാ 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 എന്താണ് സാർ ഇവിടെ നിൽക്കുന്നത് വിളിച്ചിട്ട് ഡോക്ടറെ പ്രത്യേകം കാണിച്ചു. അതും ഞാൻ നടനായുള്ള സ്നേഹം അതും ഓർക്കണം. അവിടെയും നമുക്കൊരു പരിഗണന സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമാണ് കിട്ടിയ നമുക്ക്. അതെ അതെ. പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ വരും, എല്ലാവർക്കും സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്. എല്ലാം എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത്. ഒന്ന് പോയാലേ മറ്റൊന്ന് കിട്ടുള്ളൂ. ഓരോ അനുഭവങ്ങളിൽ നിന്നാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചത് ഒരുപക്ഷെ നന്നായി എന്ന് വേണമെങ്കിൽ തന്നെ എനിക്ക് പറയാം. നമുക്കൊരു പാഠമായി എന്ന് മാത്രമല്ല, ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി. തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലും കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതിക്കാണെങ്കിലും എല്ലാത്തിലും ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയി. ഞാൻ നല്ലൊരു അച്ഛനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി, അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പം. തീർച്ചയായിട്ടും ഇനിയുള്ള യാത്രയും ഗംഭീരമാകട്ടെ. നല്ല നല്ല സിനിമകൾ ചെയ്യണം. ഈ പറഞ്ഞ തമിഴും മലയാളത്തിൽ നിൽക്കാതെ മറ്റു ഭാഷയിലും സിനിമയിലേക്ക് പോകണം. നല്ല കഥകൾ ഉണ്ടാകണം. ഈ കാറ് മാറി അടുത്ത കാറുമായിട്ട് നമുക്ക് അടുത്ത യാത്രയിൽ കാണണം. ഒന്ന് നഷ്ടപ്പെട്ടും ഇപ്പൊ നടക്കുന്ന കാറിൽ നിന്ന് അടുത്ത കാറിലേക്ക് പോകണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാണ്. നേരത്തെ പറഞ്ഞ ആഡംബരത്തിന് വേണ്ടിയല്ല ഇതൊന്നും. കുടുംബം കഴിഞ്ഞിട്ട് ആഡംബരം, ആ ഒരു ചിന്താഗതിയാണ് അപ്പാനി ശരത്തിന് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ കുറെ ആയി ഒരുമിച്ചിരുന്ന് കുറെ സംസാരിക്കുന്ന ആഗ്രഹിച്ച ഇനിയും ഒത്തിരി വിവരങ്ങൾക്ക് വരട്ടെ. സിനിമ എല്ലാ ജീവിതം ഒന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും. താങ്ക് യു.